തുടക്കത്തിൻ്റെ ഔപചാരികതയൊന്നും കൂടാതെ തന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മനസ്സനുവദിക്കുന്നില്ല. ഒരിക്കൽ മാത്രമാണ് ഞാൻ അല്ലേട്ടനെ കണ്ടത്. ഈ പടത്തിൻ്റെ ഞങ്ങളുടെ പടം കണ്ണൂർ ഷൂട്ട് നടക്കുമ്പോൾ ഞാനൊരു ദിവസമേ ലൊക്കേഷനിൽ പോയിട്ടുള്ളൂ. അന്ന് ഡയറക്ടർ രാകേഷ് നാരായണൻ അതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യാൻ പറഞ്ഞിട്ട് അന്നവിടെ നിന്നപ്പം വൈകുന്നേരങ്ങളിൽ ഉള്ള സംസാരത്തിൽ അവർക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ചെയ്യാൻ എന്തൊക്കെയോ ഉള്ള ഒരു ആളുടെ സംസാരമാണ് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ പ്രിയപ്പെട്ട സുഹൃത്ത് സത്തനോട് പറഞ്ഞു, അദ്ദേഹം നല്ല നിലയിൽ എത്തുമായിരിക്കും നല്ലതെന്നൊക്കെ ഞങ്ങൾ തമാശ പോലെ പറഞ്ഞ് ചിരിച്ചാണ് അവിടുന്ന് പിരിഞ്ഞത്. പിറ്റേ ദിവസം എനിക്ക് എൻ്റെ വേഷം ചെയ്യാനുള്ള ഡ്രസ്സുകൾ തന്ന് കൈ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വേദിയിലും അദ്ദേഹം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് കണ്ണൂരാണ്. ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങളവിടെ ചെന്നിരുന്നു. ആ കുടുംബത്തോടൊപ്പം അവരുടെ സങ്കടത്തിൽ ഞങ്ങൾ പങ്കുചേർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഞങ്ങളവിടെ പരിചയപ്പെട്ടു. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഫുൾ ടീം. എനിക്കൊരുപാട് നന്ദിയാണ് എൻ്റെ ആ തണുപ്പ് ടീമിനോടുള്ളത്. ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് മോളുടെ പഠനമാണ്. ജീവിതത്തിൽ ഈ ഒരു സിനിമ, തണുപ്പെന്ന് പറയുന്ന സിനിമ, അതിനൊരു പുണ്യമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കാം എന്ന് ഞങ്ങളെല്ലാവരും ഒരുപോലെ തീരുമാനിച്ചതാണ്. അന്നേരമാണ് അല്ലേട്ടൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു വീടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ നിർമ്മിതികളും അല്ലെ അതിൻ്റെ സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഴി ഞങ്ങൾ അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഇന്നും ഞാനത് മറക്കില്ല. ആ ഫോൺ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കോഴിക്കോട് ഒരു തിയേറ്റർ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള തിയേറ്റർ, അതിൻ്റെ ഇടവഴിയിലൂടെ, ആ തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ പോകുമ്പോൾ ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ, അതിൻ്റെ കൂടെ കോസ്റ്റ്യൂമർ അനിൽ കോട്ടുള്ളി എന്ന് കാണുന്നത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കൂട്ടുകാരെ വിളിച്ച് കാണിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ അല്ലേട്ടൻ്റെ അടക്കം കഴിഞ്ഞ് വരുമ്പോൾ ആ പോസ്റ്റർ കണ്ട് കരഞ്ഞുകൊണ്ടാണ് ആ സുഹൃത്ത് ഞങ്ങളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അന്നേരം ഞങ്ങൾ തീരുമാനിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നൊരു സഹായം അദ്ദേഹത്തിൻ്റെ വീട് വയ്ക്കുവാനുള്ള ഞങ്ങളാൽ കഴിയുന്ന ഒരു തുക അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഈ വേദിയിൽ വെച്ച് നൽകുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഈ സിനിമയുടെയും ഈ സദസ്സിൽ പങ്കെടുത്തവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ആ കുടുംബത്തിന് ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ തുക നൽകാൻ സിരി സാറിന്. ₹1,00,000 ഒരു ചെക്കാണ് കൊടുക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സിനിമകളുടെ വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമകളായാലും എൻ്റെ സഹപ്രവർത്തകരുടെ സിനിമകളായാലും ഒരുപാട് വിജയാഘോഷങ്ങളുടെ ഭാഗമാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വൈകാരികമായിട്ട് ഒരു വിജയാഘോഷത്തിൻ്റെ വേദിയിൽ നിൽക്കുവാൻ ഉള്ള സാഹചര്യം ആദ്യമാണ്. നമ്മുടെ ഒരു പ്രിയ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആ പ്രിയ സഹപ്രവർത്തകൻ്റെ വേർപാട് നമ്മൾ എല്ലാവരെയും ഈ സിനിമയുടെ ഒപ്പം വർക്ക് ചെയ്തതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടം നൽകുന്നൊരു കാര്യമാണ്. എങ്കിലും ഈ നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്ന്, ഈ ടീമിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അവരവരാകുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ നടത്തിയ ഈ ഒരു
ഈ ഒരു ഇടപെടലിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇദ്ദേഹം നമ്മുടെ അസോസിയേഷൻ്റെ FFKയുടെ മെമ്പറാണ് എന്ന് നിങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും ആ രീതിയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സംഘടനയുടെ ഭാഗത്തുനിന്നുള്ള സഹായവും സ്വാഭാവികമായിട്ടുമില്ല ലഭിക്കുന്ന പോലെയുള്ള പരിഗണന അക്കാര്യത്തിലും ഉണ്ടാകും എന്ന് ഞാൻ ആ യൂണിയൻ്റെ പാരമ്പര്യങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈ സിനിമ ഇറങ്ങിയ സമയത്തും ഇത് IFFയിൽ പോയ സമയത്തുമൊക്കെ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഒരുപാട് വലിയ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. അന്നൊന്നും ഈ സിനിമ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ സിനിമ കാണുന്നത് ഇന്നലെ രാത്രിയാണ്. അത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ വിമിയോയിലുള്ള ഒരു ലിങ്കാണ് കിട്ടിയത്. വലിയ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. എങ്കിലും ആ ചെറിയ സ്ക്രീനിൽ അത് കണ്ടപ്പോൾ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സിനിമയാണ്. നമുക്ക് വൈകാരികമായിട്ട് ഒരുപാട് നമ്മളെ ക്യാരി ചെയ്യുന്നൊരു സിനിമയായിരുന്നു. വളരെ മികച്ച രീതിയിൽ ചിത്രീകരിച്ചു. പുതിയ സംവിധായകനാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത രീതിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സിനിമ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആ സംവിധായകൻ ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ടെക്നിക്കലിയുള്ള എല്ലാ ഘടകങ്ങളും ഏറ്റവും മികവുപെടുത്തിയിട്ടുണ്ട്. അതേപോലെ ആക്ടേഴ്സിനെ എടുത്തു പറയേണ്ടതാണ്. ഓരോരുത്തരും പുതിയ ആൾക്കാരാണ്. ഇവരാരെയും നമ്മൾക്ക് കണ്ട് മുഖപരിചയമുള്ള ആൾക്കാരും അധികം പേരില്ല. കുട്ടികൾ ജയചന്ദ്രനെ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടുന്നത്. അരുണാണ്. ഇവരെ രണ്ടുപേരും മാത്രമേ നമുക്ക് കണ്ട് പരിചയമുള്ള ആൾക്കാരായിട്ട് ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. ഇദ്ദേഹത്തിന് നായകനായിട്ട് അഭിനയിച്ച ആളെ എനിക്ക് പേരറിയില്ല ഇപ്പോഴും. രതീഷ് ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹം ഇതിനകത്തൊരു ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ ജീവിതമായിട്ടാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഏതൊരു ആർട്ട് അസിസ്റ്റൻറ്റിനെ തന്നെയാണ്. അങ്ങനെയാണോ ആർട്ടിൽ വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം ശരിക്കും എനിക്ക് പരിചയമുള്ള ഏതൊരു ആർട്ട് അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടറുടെയൊക്കെ ഒരു ആൾ അങ്ങനെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ രൂപവും തന്നെയാണ്. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ജിബിയ ഞാനത് കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞിട്ട് ഈ പേര് ഇവരുടെയൊക്കെ മുഖം ചെറിയ അക്ഷരം എന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ജിബിയ എന്നെ വന്ന് പരിചയപ്പെട്ടപ്പോഴാണ് പേര് അറിയുന്നത്. ഇപ്പം കണ്ടാൽ ഈ സിനിമയെ കണ്ട ആളാന്ന് പറയില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കണ്ട ആള് പിന്നീട് ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പം അയാൾ തന്നെയാണ് ഇയാളെന്ന് തോന്നുന്ന രീതിയിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്യാരക്ടറിനെ കൃത്യമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു. അതും വളരെ ടഫായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു കഥാപാത്രമാണ്. വലിയ അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും. കൂടെ അഭിനയിച്ചവർക്കും അരുൺ വളരെ ചെറുപ്പകാലത്ത് സിനിമയിൽ അഭിനയിച്ച് വന്നതാണ്. പെട്ടെന്ന് അരുണിനെ സ്ക്രീനിൽ വളർന്നിട്ട് ഞാൻ അടുത്ത കാലത്താണ് കാണുന്നത്. എല്ലാവരും വളരെ നന്നായി ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാരുണ്ട്. ആ ബസ്സിൻ്റെ കിളിയായിട്ട് ആളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും എനിക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന അദ്ദേഹത്തെയാണ്, അദ്ദേഹത്തിൻ്റെ രൂപവും. ഓരോരുത്തരും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചെറിയ വേഷം. അതിനകത്തൊരു പ്രീച്ചുമൊക്കെ ഉണ്ടോ? പ്രണു എൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് ആ പേരിൻ്റെ പ്രത്യേകത കൊണ്ടും ആളെ അറിയാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. വളരെ റിയലിസ്റ്റിക്കാണ്. അവർ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല. അവരങ്ങനെ അവിടെയുള്ള ആൾക്കാരാണ് കൃത്യമായിട്ടും. നമ്മുടെ പാശ്ചാത്യവൽക്കരണം ഉണ്ട് അവിടെ. എല്ലാവരും വളരെ കാരിക്കേച്ചർ സ്വഭാവമുള്ള കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു നന്നായിട്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ വളരെ ലേറ്റായിട്ടാണ് സിനിമ കണ്ടത്. പക്ഷേ ആ സിനിമ എൻ്റെ ഉറക്കം കളഞ്ഞു എന്നുള്ളതാണ്. അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സിനിമയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ രണ്ടുപേരും കൂടെ എന്തോ ഒരു ആത്മഹത്യ ശ്രമമായിരിക്കാം. എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പുഴയെ അന്വേഷിച്ച് പോവുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ചിലപ്പോൾ അത് വളരെ വളരെ നമുക്കൊക്കെ അതൊരു പുതിയ അറിവാണ്. അങ്ങനത്തെ ഒരു ചെറിയ സാഹചര്യങ്ങളിലൂടെയൊക്കെ മനുഷ്യർ കടന്നു പോകുന്നതാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഈ വേദിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഇന്ന് നേരിൽ കാണാൻ കഴിഞ്ഞതൊക്കെ
വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറായ അനു അനന്തനും അദ്ദേഹത്തിൻ്റെ ശ്രീമതിക്കും തിയേറ്ററുകളിൽ ഇത് പ്രേക്ഷകർ പക്ഷേ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആൾക്കൂട്ടം എത്തിപ്പെടാൻ കഴിയാതെ പോയത് പക്ഷേ അറിയപ്പെടുന്ന ആൾക്കാരുടെ കുറവും ഒക്കെ ആയിരിക്കാം. പക്ഷേ OTT-യിലേക്കും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ കാണുകയും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അത് വലിയ ഭാഗ്യമാണ്, വലിയ അനുഗ്രഹമാണ്. തുടർന്നും മികച്ച സിനിമകൾ ചെയ്യാൻ ഈ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. So many projects, പക്ഷേ when comes to the film, പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണ്. ആൻഡ് എന്താ പറയുക, ഭയങ്കര ഒരുപാട് സാർ പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളി ആ ഫിലിം എന്താ പറയുക ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. സോ അതുകൊണ്ട് തന്നെ ഉപഹാരം സ്വീകരിക്കുവാൻ വേണ്ടി സംവിധായകൻ രാകേഷ് നാരായണൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി സ്റ്റേജ്. So I request Sibi sir to please hand over the memento. So it is a very great moment, ladies and gentlemen. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണ്ട എന്താ പറയാനുള്ളത് നമ്മുടെ ഡയറക്ടറിന്? കേൾക്കണോ? What say? All right, so handing over to you. Please come and join on stage. Run to up for us. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സിബി സാർ, സബചെറിയാൻ സാർ, മെക്കാട്ടിൻ സാർ, AK സാജൻ സാർ, സ്വാമി സാർ, എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ തണുപ്പ് എന്ന് പറഞ്ഞ ഈ സിനിമ ഒരുപാട് അവാർഡുകൾ കിട്ടിയെന്ന് ഇവിടെ കാണിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ എത്രയോ വലിയൊരു അവാർഡാണ് എനിക്കിപ്പോൾ സിബി സാർ തന്നത്. ഇവിടുന്ന് തന്നതല്ല, വാക്കുകൾ കൊണ്ട് സിബി സാർ തന്ന ആ ഒരു അഭിപ്രായം അത് വല്ലാതെ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും എനിക്ക്. അത് സിബി സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ കൂടെ ഈ ഒരു പടം ഇത്ര സക്സസ് ആവാൻ കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. എൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ അനു അനന്തൻ, ഡോക്ടർ ലക്ഷ്മി, ഒരുപാട് നന്ദി. ഇവിടെ ക്ഷണം സ്വീകരിച്ച എല്ലാവർക്കും, എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്കറിയാം, മലയാളത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ധാരാളം പാട്ടുകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണല്ലേ സിബി സാറ്. ഈ സിനിമയിൽ എന്ത് അടിപൊളി സോങ്സ് ആണല്ലേ. കാര്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും പോയി എന്നിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ശരിയല്ലേ ഞാൻ പറയുന്നേ? ഭയങ്കര ഫീലാണ് ഈ സോങ്സ്. നല്ലൊരു കൈഡി ആവട്ടെ അതിന് വേണ്ടിയിട്ട്. ഒരു 3 സോങ്സ് ആക്ച്വലി അതിനകത്തുണ്ട്. ഒരു ഇംഗ്ലീഷ് വേർഷനിൽ ഒരു സോങ് ഉണ്ട്, 2 നല്ല മലയാളം സോങ്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നണു, ഞാൻ കേട്ടോ, ആക്ച്വലി ഞാൻ കുറേ പ്രാവശ്യം കേട്ടു ആ സോങ്സ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ആൻഡ് ഫോർ ദാറ്റ് ലെറ്റ്സ് ഗീവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു എന്താ പറയുക നമ്മുടെ ബിബിൻ അശോകനും, പിന്നെ അതുപോലെ തന്നെ ഈ സോങ് കൂടെ ഉണ്ടായിരുന്ന വിവേക് മുഴക്കുന്നിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഐ റിക്വസ്റ്റ് ദാറ്റ് ടു പ്ലീസ് കം ആൻഡ് ജോയിൻ ഓൺ സ്റ്റേജ്. കാര്യം ഇത്രയും നന്നായിട്ട് എന്താ പറയുക, ഇത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല കേട്ടോ. എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. But the songs were absolutely great and kudos to the same. You had done absolutely great job, ladies and gentlemen. Let's give a huge round of applause for them. So now it's time for the award distribution. CB sir requests you to please hand over the memento along with Anu and then sir, so you can have the memento. Kayyadi evide? All right. നേരത്തെ സംസാരിച്ചപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അതാണ് ഈ പടത്തിൻ്റെ ത്രൂ ഔട്ട് അതിനെ കൊണ്ടുപോകുന്നത്. ആ മ്യൂസിക്കാണ് ടൈറ്റിൽ കാണിക്കുന്നിടം തൊട്ട് ആ പടത്തിൻ്റെ ഒരു ഇമോഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാട്ട് പോകുന്നത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 2 വാക്ക് പറയൂ. കാരണം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അവർ പറയുന്നത് കേൾക്കണ്ടേ? അവർക്ക് വേണ്ടെന്നാ പറയണത്, പക്ഷെ നമുക്ക് കേൾക്കണ്ടേ അവരുടെ സംസാരം എങ്ങനെയാണ്, അവർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. പ്ലീസ് കം ആൻഡ് ജോയിൻ us ബിക്കോസ് പ്ലീസ്.
ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. 3 പാട്ടുകളുണ്ട്, പിന്നെ BGM അങ്ങനെയാണ് ബ്രോ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാജേഷ് ചേട്ടൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഇരുന്നു, അങ്ങനെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ്. എല്ലാവരും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു എല്ലാവർക്കും, നന്ദി. വിപിൻ മ്യൂസിക്കും വരികൾ വിവേകിൻ്റെയാണ്. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, മറ്റൊന്നും വേണ്ടല്ല. വിവേകം പറഞ്ഞില്ല, വരികൾ വിവേകിൻ്റെ വരികൾക്ക് വിപിൻ്റെ മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതും വിപിനാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് സർ. Congratulations. Congratulations, Rajesh Narayan. So over to Bipin and Vivek. Thank you so much and congratulations for the same. Good evening, friends. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സെറമണിയാണ്. ഇവിടെ പങ്കെടുത്ത കലാകാരന്മാർ, മറ്റ് സാങ്കേതിക വിദഗ്ധർ, സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും, ഇപ്പോൾ ഇന്നത്തെ ഒരവസ്ഥയിൽ സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരാകട്ടെ, കലാകാരികളോ കലാകാരന്മാരോ ആകട്ടെ, ആരും ഒരുപാട് പരിചയമുള്ളവരല്ല, പ്രസിദ്ധരുമല്ല. എന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് ചെറിയ അവാർഡുകളൊന്നുമല്ല, ഒരുപാട് അവാർഡുകൾ, സാങ്കേതികമായ അവാർഡുകൾ എല്ലാം നേടി ഈ സക്സസ് സെലിബ്രേഷൻ നടത്തുമ്പോൾ നമുക്കെല്ലാവർക്കും കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. കാരണം ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമയായിരുന്നു. ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ വിജയിച്ചതിൻ്റെ സക്സസ് സ്റ്റോറിയാണ് നമ്മൾ കണ്ടത്. ഇത് ഒരുപാട് പേർക്ക് പ്രചോദനം ഉണ്ടാവും. കാരണം ഇന്നത്തെ സിനിമയുടെ ചെലവും സിനിമയുടെ വരവും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ളപ്പോൾ സിനിമയ്ക്ക് ഏറ്റവും യോജിച്ച മാർഗം നല്ല കണ്ടൻ്റുള്ള സിനിമ, നല്ല ടാലൻ്റുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ അഭിനയിപ്പിച്ചെടുക്കുക, സക്സസ് ആക്കുക. ഇതാണ്. അതിന് ഈ സിനിമ ഒരു എക്സാമ്പിളാണ്. ഒരുപാട് സിനിമ വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ നമുക്ക് പ്രചോദനമായിട്ടുണ്ടാവാം. പക്ഷേ ഈ സിനിമയുടെ വിജയം ഒരു പ്രത്യേകതയാണ്. കാരണം ഇത്രയും അറിയപ്പെടുന്ന അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു സിനിമ തമാശയല്ല, എളുപ്പമല്ല. അപ്പോൾ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ഇത് ഒരുപാട് സാങ്കേതിക വിദഗ്ധന്മാർക്ക് പ്രചോദനമാവും, ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. കൈയടിക്കൂ. ഇത് അവരുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്, ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇന്ന് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഒന്ന് അവിടെ നിൽക്കുക. Sir, to please hand over the memento and the certificate. Well, this is a very proud moment. I'm so happy as a friend. All right. And ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരെയും ഇങ്ങനെ നമ്മുടെ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റിയതിൽ.
അതിനപ്പുറം നമ്മുടെ മലയാള സിനിമയെ വാനാളം ഉയർത്തിയ ഒരുപാട് വലിയ ആൾക്കാർ ഇവിടെ ഇരുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ഞാൻ എന്ത് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. നല്ല ടെൻഷനുണ്ട് എനിക്ക്. എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്, നമ്മുടെ തണുപ്പ് സിനിമ ശരിക്കും ഒരു ഫാമിലി പോലെ ചെയ്തൊരു പടമാണ്. അപ്പം ആ സിനിമ കണ്ട എല്ലാവരും ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരുപാട് പേര് ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞു. അതിനൊക്കെ റീസൺ വേറൊന്നുമല്ല, ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ അത്രയും സ്നേഹത്തോടെ അത്രയും ഹൃദയസ്പർശിയായിട്ട് ഞങ്ങൾ ചെയ്തൊരു പടമാണ്. അത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും നല്ല വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ പറയുക, എനിക്ക് രാകേഷ് ചേട്ടനോട് നന്ദി പറഞ്ഞാൽ എത്രമാത്രം നന്ദി പറഞ്ഞാൽ എനിക്കറിയില്ല അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഇവിടെ. കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു വർക്കാണ്. പക്ഷേ ഞാൻ രാകേഷിനും പറഞ്ഞ പോലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒത്തിരി ബെറ്റർ ആക്കണമെങ്കിൽ അതങ്ങനെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരും. നമ്മളെ ഇപ്പം എന്നെ ആണെങ്കിലും നിതീഷിനെ ആണെങ്കിലും ഒരുപാട് എന്താ പറയുക, ഒന്നും ഒരു പ്രഷർ തരാതെ ഷൗട്ട് ചെയ്യാതെ സമാധാനമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ മതി എന്ന് രാകേഷ് ചേട്ടൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ഇവിടെ പറയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ വിശ്വസിച്ച് ഈ ഒരു സിനിമ ചെയ്യാൻ തയ്യാറായ അനുവാനന്ദൻ സർ, എൻ്റെ അടുത്ത് സാറിന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടുന്ന് വിളിക്കുകയാണ്. അങ്ങനെ സാറിനെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഇവിടുന്ന് ഓർക്കുകയാണ്. ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ടീമിൻ്റെ എല്ലാ ആൾക്കാരോടും ഓരോരുത്തരുടെ പേര് എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ ഒത്തിരി മൊമെൻറ്റോസും ഇതും ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഒത്തിരി ഞാൻ സംസാരിച്ച് നീട്ടുന്നില്ല. എന്താ പറയുക, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അപ്പയും എൻ്റെ ചേച്ചിമാരും ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഞാൻ ഈ സ്റ്റേജിൽ ഞാൻ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം നിങ്ങളുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഈ പടം ഞാൻ ചെയ്യില്ലായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഞാൻ ഈ സമയത്ത് ഷൂട്ടിന് പോയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ജിബിയെ പോയിട്ട് വരൂ, ഞങ്ങൾ നോക്കിക്കോളാം, സെറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അപ്പം ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അവരെ ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ എൻ്റെ അപ്പേനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാനുള്ള മെയിൻ റീസൺ എൻ്റെ പപ്പയാണ്. പപ്പ എനിക്ക് തന്ന കോൺഫിഡൻസും എനിക്കൊരു ധൈര്യമൊന്നും വേറെ ആരും എനിക്ക് തന്നിട്ടില്ല. പിന്നെ എൻ്റെ ചേച്ചിമാരോടും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയാണ്. നിങ്ങളെയൊക്കെ ഞാൻ ഒത്തിരി നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. വേറൊന്നുമില്ല, ഒത്തിരി സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. കാരണം ഇത് ഇവിടം വരെ എത്തുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ല, ഇത്രയും അവാർഡുകൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. പക്ഷേ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സിനിമയായിട്ട് ഇതിനെ കണ്ടു. അപ്പം എന്താ പറയണ്ടേന്ന് അറിയില്ല. വിമലൻ സാറിൻ്റെ വാക്കുകളൊക്കെ എനിക്ക് അറിയില്ല. ഞാൻ മരിച്ചാൽ പോലും മറക്കില്ല. അത്രയും സന്തോഷമുണ്ട് സാറിനെ പോലെയുള്ള ഒരാൾ ഇതൊക്കെ എന്നെപ്പറ്റി ഇങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹാപ്പി, സന്തോഷം. ഞാൻ നിതീഷിൻ്റെ ഹാൻഡ് ഓവർ ചെയ്യാണ്. മുൻപ് പറഞ്ഞതുപോലെ സിനിമയിൽ ടെൻഷൻ അടിപ്പിച്ചെന്ന് പറഞ്ഞതിലേക്കാണ് ഉപരി ഞാനിപ്പോഴാണ് ഏറ്റവും ടെൻഷൻ അടിക്കുന്നത്. വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഭയങ്കര ലോട്ടറി അടിച്ചൊരു പ്രതീതിയാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമ ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യത്തെ സിനിമ തന്നെ IFFI പോകുന്നു, 10-21 ഫിലിം ഫെസ്റ്റിവലുകളിലും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. അതിലുപരി സിബി സാറിൽ നിന്ന് മൊമെൻ്റോ വാങ്ങിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഒരു മലയാളി നിലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് സിബി സാറിൻ്റെ സിനിമകളായിരിക്കും ചെറുപ്പത്തിൽ കണ്ടത്. അപ്പോൾ സാറിൽ നിന്ന് നിൽക്കാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഉണ്ടാകുന്നു. ഇതിലേക്കുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് വരാനുണ്ടെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ. പിന്നെ ഈ സിനിമയുടെ സംഭവിച്ചത് മുൻപ് പലപ്പോഴും മിക്ക ആളുകളും സുഹൃത്തുക്കളായതുകൊണ്ട് മിക്ക ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഓൾറെഡി ഞാനും ഇതിൻ്റെ സംവിധായകൻ രാകേഷും സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്. ഞങ്ങൾ കോവിഡ് സമയത്ത് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, പ്രണയവും മീൻകറി എന്ന് പറഞ്ഞിട്ട്. സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടൊന്നല്ല, ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ട് പ്രിന്റും രാകേഷേട്ടൻ ഞാൻ ഞങ്ങൾ കുറച്ച് പേര് രതീഷേട്ടൻ അങ്ങനെ കുറച്ച് പേര് ഇരുന്നിട്ട് ചെയ്തതാണ്. അപ്പം അത് കോവിഡ് സമയത്ത് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പുഴയും കുറച്ച് വലയിടലും മീൻ പിടുത്തും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ
നമ്മുടെ റൂമിലിരിക്കുമ്പോൾ ഒരു കണ്ടന്റ് കിട്ടുന്നു, ഇങ്ങനെ ഒരു കണ്ടന്റ് സിനിമ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും പറയുന്നത്. ആ സമയത്ത് തന്നെ ആശം പറഞ്ഞു, എടാ നീ അഭിനയിച്ചാൽ മതി, നീ തന്നെ എന്ന് പറയുന്നു. ഞാൻ ചേട്ടാ വേണ്ടാത്ത റിസ്ക് ഒന്നും എടുക്കണ്ട, ചേട്ടൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, വേണ്ട നീ കുറെ പടങ്ങൾ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമല്ലോ, നീ തന്നെ ഇതാ മതി എന്ന്. പുള്ളി ഭയങ്കര പ്രതീക്ഷയോട് പറഞ്ഞു. അഭിനയിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിക്ക് സംഭവം പിടുത്തം കിട്ടിയത്. വേണ്ടായിരുന്നു എന്നുള്ള തോന്നലൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ടാകാം. ഇത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് എന്നെ സഹിച്ചു. അയാള് എന്നെ ഒരു പടത്തിൽ നായകനാക്കി. ഒരുപാട് നന്ദി രാജേഷേട്ടാ, എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്, എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ചേട്ടനാണ്. ഇതിൻ്റെ ഇടയിൽ സിനിമ പുതിയ ആളുകളായതുകൊണ്ട് തന്നെ രാജേഷേട്ടൻ DOP ആണ്. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് ഇറക്കണമല്ലോ, ആരുമില്ല. അങ്ങനെ നമ്മൾ മറ്റൊരു സുഹൃത്തും അനുവേട്ടം പറയുന്നു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പറ്റിയ ഒരാളെ ഞാൻ തരാം. അങ്ങനെ അനുവേട്ടം വരുന്നു. അപ്പോൾ അനുവേട്ടം വരുന്നു. അനുവേട്ടൻ ചോദിച്ചു, ഇത്ര പൈസ ഞാൻ ഇട്ടുതരാം മക്കളെ, നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്യും, രക്ഷപ്പെടും എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്ത മനുഷ്യനാണ് അനുവേട്ടൻ. വിവേകേട്ടൻ. നമ്മളൊരു 3-4 സുഹൃത്തുക്കൾ ഇറങ്ങുന്നു. ബാക്കി നമ്മുടെ നാട്ടിലെ കുറേ സുഹൃത്തുക്കൾ ഞങ്ങളുടെ അവിടെ കട്ടയ്ക്ക് നിൽക്കുന്നു. നമ്മള് ഇത്ര ടൈമെന്നോ അതൊന്നും ഒന്നുമില്ലാതെ ഇന്ന സമയത്ത് ജൂനിയേഴ്സ് ഇല്ല, ഓക്കെ എന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ പറമ്പത്ത് കുറച്ച് ആളുകൾ പണിയെടുക്കുന്നുണ്ട്, കൊണ്ടുവരാം, ഇങ്ങനെയാണ് അങ്ങനെയാണ്, അങ്ങനെയൊക്കെ വെച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്തു. നമ്മുടെ ടീം മൊത്തം ഷാനു, സഫ്തർ, ജിഷ്ണു, കണ്ണൻ, ആദർശ്, ഏറ്റവും പറയേണ്ടത് അനിലേട്ടനെയാണ്. അനിലേട്ടൻ ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ സഹകരിച്ച്, നമ്മുടെ ADs നോക്കിയിരുന്ന കുട്ടിക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എല്ലാത്തിലും പുള്ളി തന്നെ എല്ലാത്തിലും സീൻ നമ്പറൊക്കെ ഇട്ട് ഇതിന്റെ കണ്ടിന്യൂറ്റി ഇത് ഭയങ്കര പാഷനായിട്ട് ഒരു മനുഷ്യനായിരുന്നു. ഭയങ്കര മിസ് ചെയ്യുന്നു ഈ സമയത്ത്, പുള്ളി ഇല്ലാത്തതിന് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും തണുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അനിലേട്ടനെ ഭയങ്കര മിസ് ചെയ്യും. അപ്പം ഒരുപാട് നന്ദിയുണ്ട് രാജേഷേട്ടൻ, അനുവേട്ടൻ, വിവേകേട്ടൻ, ഓൾ ടീം എല്ലാവരോടും നന്ദി. എങ്ങനെ പറയണമെന്നറിയില്ല, ഞാൻ മുൻപേ പറഞ്ഞതാണ്. എല്ലാവരോടും നന്ദി, ഇവിടെ വന്ന എല്ലാവരോടും കൂടി നന്ദി.